ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം ഒന്നെടുക്കാം. 1-ാം അധ്യായം 9-ാം വാക്യം. പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് ഇവിടെ ദൂതൻ ഇറങ്ങിയത് മറുപടിയായി എന്ന് പറയാനാ. അപ്പൊ ചോദ്യം, മക്കളില്ലാത്തവർക്ക് വേണ്ടി മാത്രമേ ദൂതൻ ഇറങ്ങുവോ? അല്ല. ഏലിയാവ് തളർന്ന് മരുഭൂമി കടന്നപ്പോ ഗ്ലോറി കനലിന്മേൽ ചുട്ട അടയുമായി ദൂതന്മാരിറങ്ങി. അപ്പൊ നിന്റെ വിഷയം എന്താണോ അതിന്മേൽ ഇന്നും ദൂതനെ ഇറക്കാൻ ദൈവത്തിന് അറിയാം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇന്ന് ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് നിന്റെ കാര്യത്തിലൊരു ഇടപെടൽ ഉണ്ടാകട്ടെ. ദൈവം ഇടപെടാൻ പോവുക. നിന്റെ വിഷയത്തിന് വിടുതലാകാൻ പോവുക. അപ്പൊ അദ്ദേഹം കണ്ട് ഇന്ന് വരെ കാണാത്തൊരു കാഴ്ച, ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുക. ഒന്ന് വായിക്കാവോ? അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്കറിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സക്കറിയാവേ, ഭയപ്പെടേണ്ട, പേടിക്കണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നീ നിന്ന കേട്ട വിഷയത്തിലെ ഉത്തരം ആകാൻ പോവുക. ഒരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. ഒന്ന്, ഏറെ നാൾ കാത്തിരുന്ന വിഷയത്തിന്റെ വിടുതൽ വെളിപ്പെടാനുള്ള സമയമായി. അതിന്റെ ചില അടയാളങ്ങൾ നിന്റെ വീട്ടിൽ നടക്കാൻ പോവാ. ഇന്ന് ഒന്നേന്ന് നീ എണ്ണിക്കോ. ചില ദിവസത്തിനകത്ത് ഇതിന്റെ കൃപ 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 ചില കുടുംബജീവിതത്തിനകത്തുനിന്ന് ചില ദുഷ്ടശക്തി ഇറങ്ങിപ്പോവുക. ഒരു ബന്ധവുമില്ലാത്ത ചിലതിനെ നിന്റെ ലൈഫിനോട് ചേർത്ത് പണിയാൻ പോവാ പരിശുദ്ധാത്മാവ്. ഞാൻ ആത്മാവിലൊരു കാഴ്ച കാണുന്നു. നിന്റെ കുടുംബത്തിൽ വ്യാപരിച്ച ദുഷ്ടശക്തികൾ ഇന്ന് നീ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ, 1-2 മിനിറ്റ് സ്തോത്രം ചെയ്യുമ്പോൾ, 1-2 മിനിറ്റ് സ്തുതിക്കുമ്പോൾ, ആ ദുഷ്ടശക്തി നിന്റെ കുടുംബജീവിതത്തിനകത്തുനിന്ന് കൃപ 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 കൃപ. ഞാൻ ആത്മാവിൽ കാണുന്ന ദൂത് പറയാം. ദൂത് കേട്ടോ. നിന്റെ കുടുംബജീവിതത്തിനകത്ത് 2 വൃക്ഷങ്ങളുടെ നടുവിൽ വളർന്നു വന്ന 3-ാമത്തെ വൃക്ഷം, നിന്റെ ബന്ധങ്ങളെ അകത്തിയ ആ വൃക്ഷം ഇന്നെന്റെ ദൈവം പിഴുതുമാറ്റുക. ചില മാളങ്ങൾക്കകത്തുനിന്ന് ചില സർപ്പങ്ങൾ വെളിച്ചാടണം. ചില വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് ചില വൃക്ഷങ്ങൾ പിഴുതുമാറ്റണം. ഞാൻ ആത്മാവിൽ കാണുക. നിന്റെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയെ തകർത്ത് കളഞ്ഞ ചില കൊടിയ ആഭിചാരങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, പുറത്തുനിന്ന് കളിക്കുന്ന കരങ്ങൾ നിന്റെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയെ തകർത്തെങ്കിൽ ഇന്നത്തെ ആരാധന ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിക്കാം. ഇത് പ്രസംഗിക്കണമെന്ന് വിചാരിച്ച് പ്രസംഗിക്കുവല്ല, ഒരു നിയോഗം നടക്കുക. യേശുവിന്റെ നാമത്തിൽ നിനക്കും ജയിക്കാനൊരു സമയമുണ്ട്. നിനക്കും വിടുവിക്കപ്പെടാനൊരു സമയമുണ്ട്. നീയും അത്ഭുതം കാണാനൊരു സമയമുണ്ട്. ഇന്ന് ചാരത്തും ദൂരത്തും ഇരിക്കുന്ന ചിലരോട് ഞാൻ പ്രവചിക്കുക. അവ 2 വൃക്ഷങ്ങളുടെ നടുവിൽ, ഭാര്യയും ഭർത്താവുമാണ്, അതിന്റെ നടുവിൽ അവരെ അകറ്റുന്ന വേറൊരു വൃക്ഷം കിളിക്കുന്നുണ്ട്. ഇന്ന് ദൈവാത്മാവ് ദൂത് പറയുക, അതിനെ ദൈവം പിഴുതുമാറ്റും. നിങ്ങളെ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ നീ പറയുന്ന പോലെ സംഭവിക്കും.
എന്നോട് ദൈവാത്മാവ് പറയുന്നൊരു ദൂത്, ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തിരിക്കുന്നവരുടെ മേൽ ഈ വിടുതൽ വ്യാപരിക്കാൻ പോവാ. ജീസസ്, നീ വന്ന് ഈ സ്റ്റേജ് സാക്ഷി പറയും, ഇന്നത്തെ ഈ പ്രയറിൽ എൻ്റെ കുടുംബജീവിതത്തിൽ വിടുതലായി, എൻ്റെ സന്തതികളിൽ വിടുതലായി. എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു നഷ്ടം വന്നാൽ മൗനമാകുകയല്ല. സെക്കരിയാവിന്റെ എലിസബത്തിന്റെ പ്രത്യേകത കണ്ടോ? തനിക്ക് മക്കളില്ല, 100 കണക്കിന് മക്കളെ സെക്കരിയാവ് ദൈവകരത്തിൽ സമർപ്പിക്കുക. ഓരോ കുഞ്ഞിനെയും കയ്യിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ അകത്തളങ്ങളിൽ ദുഃഖം തളം കെട്ടുക. മേളിയിരിക്കുന്ന ദൈവം പറഞ്ഞു, പേടിക്കണ്ട, നിനക്കും ഒരു മറുപടി ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിന്ദിക്കപ്പെട്ട സമൂഹത്തിന്റെ നടുവിൽ നിനക്കുമൊരു മറുപടി ഉണ്ട്. നിന്റെ വീടിനൊരു മറുപടി ഉണ്ട്. നിന്റെ കുടുംബത്തിനൊരു എന്തൊക്കെയോ മറുപടിയുടെ ധ്വനി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് മറുപടി തന്നത് മനുഷ്യരല്ല, ദൂതന്മാർ. ഈ മെസ്സേജ് തുടങ്ങിയപ്പോഴേ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എന്തിനാ? നിനക്ക് മറുപടി തരാൻ, നിന്റെ വീട്ടിലൊരു അത്ഭുതം ചെയ്യാൻ, നിന്റെ കുടുംബജീവിതത്തിലൊരു അത്ഭുതം ചെയ്യാൻ, നിന്റെ തലമുറയിലൊരു അത്ഭുതം ചെയ്യാൻ. ഞാൻ ഇങ്ങനെ പറയുക, വിശ്വസിക്കുന്നവര് പറയണം, ആരെന്നെ വിമർശിച്ചാലും എനിക്ക് വിരോധമില്ല. നീ ഇന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങണം, എൻ്റെ കുടുംബജീവിതം അത്ഭുതമാകും. ദാവീദിന്റെ ഭാര്യയും പിള്ളാരെയും പിടിച്ചോണ്ട് പോയപ്പോ അവൻ മൗനമായിരുന്നല്ല. അബിയാദർ പുരോഹിതനോട് പറഞ്ഞു, എഫോദ് കൊണ്ടുവാ, എനിക്ക് ദൈവത്തോട് ചോദിക്കണം. ഗ്ലോറി. ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു, പിന്തുടരുക. ഞാനൊരു ദൂത് നിന്നോട് പറയാം. ഗ്ലോറി. കുടുംബങ്ങളെ തൊട്ടാൽ തമ്പുരാൻ അടങ്ങിയിരിക്കത്തില്ല. ചില പദ്ധതി പൊട്ടിയെന്ന വാർത്ത നീ കേൾക്കാൻ പോവാ. ചില പദ്ധതികൾ പൊളി. അപ്പൊ ഈ പറഞ്ഞതിന്റെ ആകെ തൂക്കം, ഇനി വാക്യത്തിലേക്ക് വരാം. കുടുംബജീവിതങ്ങളോട് ദുഷ്ടന് ഏദൻ തൊട്ട് തുടങ്ങിയ പോരാട്ടം. അതുകൊണ്ടാണ് കുടുംബമായി ഒന്നിച്ച് പാർക്കണമെന്നും കുടുംബമായി ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കണമെന്നും കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടണമെന്നും കുഞ്ഞുങ്ങളെ ബൈബിൾ പഠിപ്പിക്കണമെന്നും ഒക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, കുടുംബങ്ങളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ധാരാളം പദ്ധതികളുണ്ട്. അതൊരു 10-15 വാക്യമെടുത്ത് നിരത്തി വെക്കും ഏതെങ്കിലും ഒരു ദിവസത്തെ ശുശ്രൂഷയിൽ. അതെന്തിനാ? അത് പഠിച്ചാലേ കുടുംബങ്ങളുടെ വിടുതൽ അറിയത്തുള്ളൂ. ഇനി നമ്മൾ ഈ വായിച്ച വാക്യത്തിനകത്ത് 3 ചിത്രങ്ങളുണ്ട്. ഇവിടെ ഒരു വലിയൊരു സന്ദേശമുണ്ട്. സമയം എത്ര ദൈർഘ്യമായാലും ഉള്ളുനൊന്ന് പ്രാർത്ഥിക്കുന്നവന്റെ വിഷയത്തിൽ ദൈവം ഇടപെടും. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ യോഗത്തിന് വരുമ്പം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണോ, ഇന്നെന്നോട് ഒന്നിടപെടണേ? ഞാനെന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, ഞായറാഴ്ചയും നാളെയും ദൂത് കൊടുക്കാനുള്ള ദൂത് എന്നോടൊന്ന് ഇടപെടണേ. ബൈബിള് വാക്യത്തിന്റെ കലവറയാ. വാക്യം ഉണ്ടെന്ന് കരുതി പ്രസംഗിക്കാൻ പറ്റത്തില്ല. വാക്യം ദൂതാകണം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അപ്പം ഇവിടെ ഒരു സന്ദേശമാ, ആരെല്ലാം നിന്ദിച്ചാലും പ്രാർത്ഥിക്കുന്നവനോട് ദൈവം ഇടപെടും. ധൈര്യമായി പ്രാർത്ഥിച്ചോ.
നിന്ന കേട്ടു പ്രാർത്ഥിച്ചോ, അപമാനം കേട്ടു പ്രാർത്ഥിച്ചോ, തല കുനിയുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചോ, അവരു കാണെ നിന്റെ കാര്യത്തിൽ